2016 തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം 23,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ആ ചാനൽ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി മാറ്റാൻ പോവാണ്. അതെ ഗൈസ്, 2016 ഏകദേശം ജിയോ സിം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായ ടെക്നിക്കൽ ഹെൽപ്പ് ഡെസ്ക് മലയാളം സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ എൻ്റെ ഒരു ഡിഗ്രീൻ്റെ ഒക്കെ അഡ്മിഷൻ്റെ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ഡിഗ്രിക്കൊക്കെ ചേർന്നു. അതിനുശേഷം ഞാൻ അതിലേക്ക് വീഡിയോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, മടി തന്നെ. എന്നാൽ ഇപ്പം 2026 ഇപ്പം ഞാൻ എൻ്റെ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അന്ന് ഞാൻ എൻ്റെ ചാനൽ ചെയ്തുകൊണ്ടിരുന്നത് ടെക് റിലേറ്റഡ് വീഡിയോസും ടെക് ഇൻഫർമേഷൻ വീഡിയോസ് ഒക്കെ ആയിരുന്നു. കാരണം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു എൻ്റെ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ 2026 ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ടെക് റിവ്യൂസും ടെക് റിലേറ്റഡ് വീഡിയോസിൻ്റെ കൂടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി ആഡ് ഓൺ ചെയ്തിട്ട് ടെക്നിക്കൽ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള പേര് മാറ്റി മല്ലു ഗ്രോത്ത് ഹാക്കർ എന്നുള്ള പുതിയ പേരിലേക്ക് എൻ്റെ ചാനലിനെ ഞാൻ മാറ്റാൻ പോവുകയാണ്. എന്ന് വിചാരിച്ച് നമ്മുടെ ടെക് റിവ്യൂസും ടെക് റിലേറ്റഡ് വീഡിയോസും ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കൂടെ ഇതുണ്ടാവും. പക്ഷേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം, ഏതൊക്കെ സ്റ്റെപ്പ് ചെയ്യണം, എന്തൊക്കെ ടിപ്സ് ചെയ്യണം, അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കില്ല നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഉപകാരപ്രദമാവുന്ന ടൈപ്പ് വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് പോലും എന്നെ ഓർമ്മ ഉണ്ടാവില്ല. 2016 സ്റ്റോപ്പ് ചെയ്ത ചാനലാണ്. സ്റ്റോപ്പ് ചെയ്തെന്നല്ല, വീഡിയോസ് ഇടുന്നത് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇപ്പൊ വീണ്ടും ഈ വീഡിയോ വരുന്നത് 2026 അപ്പം എന്നെ അവർക്ക് കണ്ടു പരിചയം പോലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ പുതിയ ഏതെങ്കിലും ആൾക്കാർ കാണുകയാണെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടും. ഇനി എന്തായാലും വീക്ക്ലി വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.